അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാൻ നജീബ് മുസ്ലിയാർ, സൗദി ബിസിനസ് കൺസൾട്ടൻറ്റ്. സൗദിയിൽ കമ്പനികളുടെ ബ്രാഞ്ച് സിസ്റ്റം എടുത്ത് കളഞ്ഞതായിട്ട് എല്ലാവർക്കും അറിയാം. ഈ ഒരു ബ്രാഞ്ച് സിസ്റ്റം എടുത്ത് കളയുന്ന സമയത്ത് എന്താണ് നമ്മൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട്, എന്താണ് പ്ലസ്, എന്താണ് മൈനസ് എന്നുള്ളതാണ് കാര്യം. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പല കമ്പനികൾക്കും 2, 3, 4 ബ്രാഞ്ചുകൾ ഡിഫറെൻറ്റ് പേരുകളിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ പേര് ഒരു പേരായിരിക്കും, രണ്ടാമത്തെ സ്ഥാപനത്തിന് രണ്ടാമത്തെ പേരായിരിക്കും, അതൊരു ബ്രാഞ്ച് CR-ലായിരിക്കും ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ബ്രാഞ്ച് പേര് നിങ്ങൾക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മദർ കമ്പനിയിലേക്ക് നിങ്ങളുടെ ബ്രാഞ്ചിനെ മെർജ് ചെയ്യുന്നതോടുകൂടി പേര് നഷ്ടപ്പെടും. അപ്പോൾ അതിന് മുമ്പായി തന്നെ എത്രയും പെട്ടെന്ന് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക. ട്രേഡ് നെയിം അല്ല, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്തിട്ട് നിങ്ങളുടെ ആ പേര് സേഫാക്കി വെക്കൽ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു കമ്പനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകൾ, അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ചെക്ക് ചെയ്ത സമയത്താണ് ഒരുപാട് ആളുകൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലായത്. അപ്പോൾ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഇത് വീഡിയോ ഒപ്പം നമ്പർ കൊടുക്കുന്നുണ്ട്. ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അത് വളരെ ലളിതമായ ഒരു സിസ്റ്റമാണ്. അത് എങ്ങനെ ചെയ്യാം എന്നുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.